ഇവിടെ നിമിഷപ്രിയയെക്കുറിച്ചുള്ള ന്യൂസുകളും വാർത്തകളും ഒക്കെ ഇവിടെ നിന്ന് ആൾക്കാർ ഇത് സംഭവമൊക്കെ നേരിട്ട് കണ്ട പോലെ ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് വാർത്തകൾ ഇറക്കുന്നു, ചർച്ചകൾ നടത്തുന്നു, രക്ഷകനായിട്ട് അവതരിക്കുന്നു. ആരൊക്കെയാണ് നമുക്കറിയത്തില്ല ഇതിൻ്റെ സത്യം എന്തുവാണ്. എന്തോരം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരാളാണ് നിമിഷപ്രിയ, നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാരോ ആരെങ്കിലും ആയിട്ട് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് നിമിഷപ്രിയെങ്കിൽ നമുക്ക് തോന്നുന്നത് അവർ രക്ഷപ്പെട്ടു പോകണമെന്നാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ആണ് ഈ തലാലല്ലേ അയാൾക്ക് സംഭവിച്ചെങ്കിൽ ഇവരൊക്കെ കൊല്ലണം, തൂക്കിക്കൊല്ലണമെന്നോ വെട്ടിക്കൊല്ലണമെന്നോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇനി ഇതൊന്നുമല്ല, നമ്മളൊരു നാട്ടുകാരൻ എന്ന രീതിയിലാണ്. പുറത്തുനിന്നുള്ള ഒരാളാണെങ്കിൽ നമുക്ക് തോന്നുന്നത് ചിലപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരാളല്ലേ, മലയാളിയല്ലേ, രക്ഷപ്പെട്ടു പോകണമെന്ന് തോന്നുമായിരിക്കും. പിന്നെ ഈ ധാർമ്മികത എന്ന് പറയുന്ന സാധനം ഒത്തിരിയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ പല പേഴ്സ്പെക്റ്റീവാണ്. ഇതൊരു ദാരുണമായൊരു കൊലപാതകം, വെട്ടി കവറിനകത്താക്കി അങ്ങനെ എന്തൊക്കെയോ ചെയ്തു വന്നു. ഈ ശ്രീജിത്ത് പണിക്കരെ പോലുള്ള ഭയങ്കര ധാർമ്മികത തുളുമ്പുന്ന മനുഷ്യർക്ക് അവരെ ശിക്ഷിക്കണമെന്നോ വളരെ എന്താ പറയുന്നത് കടുത്ത ശിക്ഷ കൊടുക്കണമെന്നൊക്കെ തോന്നുന്ന ആൾക്കാർ കാണുമായിരിക്കും. പിന്നെ ഈ മനുഷ്യത്വം എന്നൊക്കെ പറയുന്ന സംഭവം കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് തോന്നാം അവർക്ക് ഒരവസരം കൊടുത്തുകൂടെ, എന്തിനാണിങ്ങനെ കൊലയ്ക്ക് പകരം കൊലയാണോ? അതൊരു ശരിയായിട്ടുള്ള കാര്യമാണ്. ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് ചെയ്യേണ്ടത് മറ്റൊരു ക്രൈം അല്ല, അതല്ല അതിൻ്റെ ഒരു ശിക്ഷയെന്ന് പറയുന്നത്. പിന്നെ വ്യക്തിപരമായിട്ട് തെറ്റുകളൊക്കെ ചെയ്യാറുള്ള, ഇപ്പോൾ ഒരുപാട് പറ്റിയിട്ടുള്ളതും ഇപ്പോഴും പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നുന്നത്, എനിക്ക് ആ നിമിഷപ്രിയയുടെ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. നമുക്കും ഇങ്ങനെ ഒരു അബദ്ധമൊക്കെ പറ്റിപ്പോയി കഴിഞ്ഞാൽ മറ്റു രാജ്യത്ത് നമുക്കും ഇങ്ങനെ ഒരു അബദ്ധം എന്തെങ്കിലും ഏതൊക്കെ സാഹചര്യത്തിൽ നമുക്കറിയത്തില്ല. അവരേതായാലും വെറുതെ ചെയ്യത്തില്ലല്ലോ, ഏത് സാഹചര്യത്തിലാണ് ചെയ്തതെന്നറിയത്തില്ല. ന്യൂസുകളിൽ നിന്നുള്ള കാര്യങ്ങളെ നമുക്കറിയത്തുള്ളൂ. അങ്ങനെ ഒരാൾ ചെയ്തെങ്കിൽ എന്താ പറയുന്നത്, ആ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ എന്താ വരുന്ന അവസ്ഥ, ഇപ്പോൾ അവരുടെ അവസ്ഥ എത്ര മോശം അവസ്ഥയിൽ അവർ കടന്നു പോകുന്നത് നമുക്ക് അതിനെക്കുറിച്ച് ഓർത്തൊരു ദുഃഖമുണ്ട്. മരിച്ച ആളെ മരിച്ചു കഴിഞ്ഞു, അയാൾക്ക് കുഴപ്പമൊന്നുമില്ല, അയാൾക്ക് ബന്ധുക്കൾക്കാണ് പ്രശ്നം. ഇത് ശരിക്കും അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്രൈം ചെയ്ത ആൾ തന്നെയാണ്. ഓരോ നിമിഷവും അവരെങ്ങനെ കടന്നു പോകുന്നു എന്ന് നോക്കുമ്പോൾ വളരെ ദുഃഖവും ഭയവും തോന്നും.